Augustus ഹൈസ്കൂളിലെ ആദ്യപ്പെടുന്നു കുറിയൂസ് സുനിയനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാപ്റ്ററുണ്ടായിരുന്നു. ഗ്ലൂക്കോസ് രണ്ടിന്റെ ഒന്നും അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവളെ അറിയിക്കുന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റും നീക്കി. അവർ വരരുതായി ഗ്ലൂക്കോസ് രണ്ടിന്റെ 8-9. എല്ലാവരും ചാർത്തപ്പെടേണ്ട കാന്താര പഠനത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന് ഉയരത്തിലും വളരെ ആഗ്രഹമുണ്ട്. തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടി ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു. ലൂക്കോസ് 2:3-4. ദൂതരാജോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും അറിയുകയും മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ലൂക്കോസ് 2:10-11. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. സങ്കീർത്തനം 46. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കീഴ്ക്കുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലേക്ക് നടത്തുന്നു. സങ്കീർത്തനം 23:1. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. മത്തായി 4:19. നിന്റെ വചനം എന്റെ കാലിന് തിരുവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. സങ്കീർത്തനം 119:105. എന്റെ അവന്റെ രാജ്യം നിന്നെ അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. മത്തായി 4:33. യഹോവയുടെ പാതയിൽ രക്ഷകനുമാകുന്നു. അവകാശവും ഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. തന്റെ നടപ്പിലെ നിർമ്മലവും നിർമ്മലമാക്കുന്നത് എങ്ങനെ? തന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. സങ്കീർത്തനം 119:9. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വേണ്ടി അവരെ തടുക്കരുത്, സ്വർഗ്ഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. മത്തായി 19:17. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുടെ വലം കൈകൊണ്ട് ഞാൻ നിന്നെ കാണും. യെശയ്യാവ് 41:10. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിക്കാൻ അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ജ്ഞാനവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവും ആകുന്നു. സദാശവാക്യം 9:10. പൈതൽ വളർന്നു, ജ്ഞാനം ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്മേൽ ഉണ്ടായിരുന്നു. ലൂക്കോസ് 2:40. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ സർവ്വഭൂമി അവന്റെ നാമത്താൽ നിറഞ്ഞിരിക്കുമെന്ന് നാമത്തിൽ യേശയ്യാവ് ആകുന്നു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആദ്യവചനം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, പിതാവ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. യെശയ്യാവ് 9:6. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെ ആത്മാവ് തന്നെ. യെശയ്യാവ് 11:2. ആ നാളുകളിൽ മഴ എഴുന്നേറ്റ് വടനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സെക്കിലാവിന്റെ വീട്ടിലെത്തി ചുവന്ന് കളിച്ചു. ലൂക്കോസ് 1:31.
41. Now indeed, Elizabeth, your age has transformed as starting her old age, and now this is the 6 months Lucas 1 verse 36. അവളുടെ മകനെ പ്രസവിക്കും അവൾ തന്റെ ജനത്തെ അവളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് നീ അവരെ യേശുവിനെ പേരിടണം എന്ന് പറഞ്ഞു. മത്തായി 1:20. കർത്താവിന്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയുന്നവരെ അവിടെ പാർക്കുക. മത്തായി 2:13. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രി തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രയീമിലേക്ക് പോയി. മത്തായി 2:14. അതിന് മറിയം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസിയാകുന്നു, നിന്റെ വാക്കുപോലെ എനിക്ക് വരട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ലൂക്കോസ് 1:30. ഹെരോദാ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയിലെ ശേഷം കേൾക്കുന്ന വിധവമായ യേശുവിനെത്തി. മത്തായി 2:1. ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞ് മത്തായി 4:10. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദിന് കീഴിലുള്ള യോസേഫ് എന്ന പുരുഷനെ വിവാഹം നിശ്ചയിച്ച് കന്യകയുടെ അടുക്കൽ അയച്ചു. കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ലൂക്കോസ് 1:26-27. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവിടമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടതിനു ശേഷം കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. മത്തായി 1:18. രാജാവ് പറഞ്ഞു കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്കുമെന്ന നക്ഷത്രം ശിശുവിക്കുന്ന സ്ഥലത്തിന് മീതിയിൽ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അവർ നക്ഷത്രം കണ്ടതുകൊണ്ട് അത്യന്തം സന്തോഷിച്ചു. മത്തായി 2:9-10. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ മറിയായ അമ്മയുടെ കൂടെ കണ്ടു. വീണ്ടും അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളിൽ കൊടുത്ത് അവന് പൊന്നും ഒരു ദീപവും കാഴ്ചവെച്ചു. മത്തായി 2:11. യഹൂദ ദേശത്തിലെ ബത്ലഹേമിൽ നീ യഹൂദ പ്രഭുക്കന്മാരിലൊന്നും ചെന്നല്ല, നിന്നെ നയിക്കാനുള്ള തലവൻ എന്നിൽ നിന്നും പുറപ്പെട്ടുപോയി. മത്തായി 2:6. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് എന്നോട് കൂടിയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്ത് വന്ദനം എന്ന് വിചാരിച്ചു. ലൂക്കോസ് 1:28-29. യഹൂദന്മാരുടെ രാജാവായ പിതാവിനോട് ഞങ്ങൾ അവന്റെ നക്ഷത്രം എഴുതുന്നുണ്ട്, അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മത്തായി 2:2. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനായതുകൊണ്ട് മകളെ ലോകാപവാദത്തിനെത്തുവാൻ അവനെ മനസ്സിലായതുകൊണ്ട് മകളെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ബാധിച്ചു. മത്തായി 1:10. സാധ്യതയെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു. ലൂക്കോസ് 2:18-19. രാജാവ് കേട്ടു, യേശുവിനെ വിളിച്ചു. അദ്ദേഹത്തിന് മഹാപരിതമായി ഉപേക്ഷിച്ചു. ഒരു വ്യക്തി മത്തായി 2:3. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ലൂക്കോസ് 1:32. കണ്ടതുമായ എല്ലാത്തിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ലൂക്കോസ് 2:20. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാക്കിയാൽ എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. ലൂക്കോസ് 1:30. കർത്താവായ ദൈവം നമ്മുടെ സ്വർഗ്ഗത്തിൽ വന്ന മറിയ